താമരശ്ശേരി ചുരം 8-ാം വളവിൽ നിയന്ത്രണം നഷ്ടമായ ലോറി ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഈ ചുരം വളവിൽ ഇത്തരം അപകടങ്ങൾ പതിവാണ്. പക്ഷെ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുന്ന വിധത്തിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെ ബൈക്ക് യാത്രക്കാരനെ രക്ഷപ്പെടാനായി? അപകടം 8-ാം വളവിലാണ് ഉണ്ടായത്. താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം നഷ്ടമായ ലോറി ബൈക്ക് യാത്രികനെ ഇടിച്ച് തെറിപ്പിച്ചു. പക്ഷേ തലനാരിഴയ്ക്ക് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടു എന്നത് വളരെ ആശ്വാസകരം. താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾ തകരാറിലാവുന്നു, പ്രത്യേകിച്ചും ഭാരവാഹനങ്ങൾ തകരാറിലാവുന്നതും ഗതാഗതക്കുരുക്കുണ്ടാവുന്നതും പതിവായി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. ഇപ്പോഴത്തെ ഒരു അപകട വാർത്ത. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച സാഹചര്യം എങ്ങനെ ഉണ്ടായി? യാത്രക്കാരൻ എങ്ങനെ രക്ഷപ്പെടാനായി? മോത്തി, ഏതായാലും ബൈക്ക് യാത്രക്കാരൻ സുരക്ഷിതനാണെന്നത് വളരെ ആശ്വാസം. ലോറി ഇടിച്ച് നേരെ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിയന്ത്രണ നഷ്ടമായാണ് ലോറി അപകടം ഉണ്ടാക്കിയത്. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിലാണ് ഈ അപകടം. രാവിലെ 7:15 കർണാടക രജിസ്ട്രേഷനിലുള്ള ചരക്ക് ലോറിയാണ് ചുരമിറങ്ങി വരികയായിരുന്നു. സമയത്ത് വളവിൽ ചെറിയൊരു ബ്ലോക്ക് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കടന്നു പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇരുചക്ര വാഹനം, കാറും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന് മുകളിലേക്കാണ് ഇടിച്ച് കയറിയത്. ആദ്യമേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ, അതായത് ഈ അപകടമുണ്ടായതിന് തൊട്ട് മുന്നിലായി നിർത്തിയിട്ടിരുന്നൊരു വാഹനത്തിൻ്റെ പുറകിലെ അതിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ ലോറി നേരെ നിയന്ത്രണം നഷ്ടമായി ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം നേരെ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. അതിനുശേഷം കാറിൻ്റെ പിറകെ വശത്ത് ഇടിക്കുന്നു. അതിനുശേഷമാണ് ഈ ലോറി അഴുക്കുചാലിലേക്ക്, റോഡരികിലുള്ള ഓടയിലേക്ക് മറിയുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി. പോലീസ് എത്തിയാണ് അവിടെ പിന്നീട് ഈ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിലും ബൈക്ക് യാത്രക്കാരൻ സുരക്ഷിതനാണ്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ അപകടം കാണുന്ന സമയത്ത് ഓരോരുത്തരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തായാലും ഭാഗ്യം വന്നുകൊണ്ട് തന്നെ ആ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നതാണ്. കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ്. നിയന്ത്രണം നഷ്ടമായാണ് ഈ അപകടം ഉണ്ടായത്. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യം വല്ലാതെ പേടിപ്പിക്കുന്നതാണ്. ഇടിച്ച് തെറിച്ചു വീഴുന്നത്, പക്ഷേ അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. വിവരങ്ങൾ നൽകിയത് രാഹുൽ KV ആണ്.